ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ആർട്ട്ലെസ് ബോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും വീഡിയോ ടോപ്പിക് എന്താ വെച്ചാൽ നമ്മൾ പ്രിവ്യൂവിൽ കണ്ടാൽ മതി. നമ്മൾ അത് ഇൻസ്റ്റൻറ്ററിൽ നമ്മൾ സ്റ്റോറി ഇടുമ്പോൾ നമുക്ക് iOS സ്റ്റൈലിൽ എങ്ങനെ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് കമൻറ്റ് ഇട്ടതാണ് ഈ മ്യൂസിക്കിൻ്റെ ഒരു സബ് ടൈറ്റിൽ മാറ്റി നമ്മുടെ വീഡിയോ അടിയിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. അത് റിമൂവ് ആക്കിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട്, അതില്ലാതെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാതിരി നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നമുക്കത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത്തെ ഒരു വീഡിയോ ടോപ്പിക്ക്. അപ്പോൾ അതിന് മുന്നേ ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും ഉണ്ടാവുക. അപ്പോൾ ഞാൻ അത് മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ച കാരണമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ആപ്പിൻ്റെ ലിങ്കും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ അതുമാതിരി നമുക്കത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക മീൻസ് അതിൽ കുറച്ച് സ്റ്റെപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. അതിലൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ കണ്ട മാതിരി ഇത് തുറക്കാശ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ലിങ്ക് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ പാസ്വേഡ് കൊടുക്കുക. ബാക്കിയൊക്കെ നമ്മളിതിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പാസ്വേഡ് കൊടുത്തതിന് ശേഷം പിന്നെ ലിങ്ക് എങ്ങനെ ഓപ്പൺ ചെയ്യുക അതൊക്കെ ഈ വീഡിയോയിലുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്യാനല്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മളിതിൽ പറയുന്നത്. ഇത് ജസ്റ്റ് ഇത് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് ചോദിക്കുക അവർ എന്താണ് പാസ്വേഡ് എന്താണെന്നാണ്. അത് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണിച്ച് നിങ്ങൾക്ക് എന്തായാലും പാസ്വേഡ് കിട്ടും. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഫുള്ളായി കാണുക. അപ്പോൾ സ്ക്രീനിൽ തന്നെ പാസ്വേഡ് ഉണ്ടാവും. പിന്നെ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് നിങ്ങൾ ഏകദേശം ഒരു 1K ലൈക്ക് എത്തിച്ചു തരണം. അപ്പോൾ ലൈക്ക് ചെയ്താലും വീഡിയോ ഇപ്പം തന്നെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ലിങ്കിൽ പോകും. ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ അതിൽ പറയുന്നുണ്ട്. സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ എത്തുന്ന നമ്മുടെ ബ്ലോഗ് സ്പോട്ടിലേക്കാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, അതിൻ്റെ കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി എങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ആ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്ലോഗ് സ്പോട്ടിലേക്കാണ് നമ്മളൊരു ബ്ലോഗ് സ്പോട്ടിലേക്ക് തന്നെ എത്തുക. ഇവിടെ നിന്നാണ് നമ്മൾ ആപ്പ് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഇതേമാതിരി സ്ക്രോൾ ഡൗൺ ചെയ്ത് അവിടെ ഡൗൺലോഡ് നൗ പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിളിൽ എത്ര അക്കൗണ്ടുകളുണ്ടോ അതിൻ്റെ ഒക്കെ ഇമെയിൽ ID ഇവിടെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുകളും അതായത് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് ഡൗൺലോഡ് ആക്കേണ്ടത് നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇമെയിലേക്കാണ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് സിമ്പിളായിട്ട് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് തന്നെ ഡൗൺലോഡ് ആവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മുന്നേ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്തവരാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക കേട്ടോ. ഈ ബാക്കിയുള്ള സ്റ്റെപ്പ് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ ഇത് ഇങ്ങനത്തെ ഒരു നമ്മുടെ നോർമലായിട്ടൊരു ആപ്പ് എങ്ങനെ ഉണ്ടാവുക അതൊരു ഫീച്ചറിലാണ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റൻ്റർ ആപ്പ് എത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ടോ മെയിൻ അക്കൗണ്ടോ ഏത് അക്കൗണ്ടുകളിലും ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അവർ ഇതേമാതിരി പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ക്ലോസ് കൊടുക്കുകയാണ്. നിങ്ങളും ക്ലോസ് കൊടുത്താൽ മാത്രം മതി. അതായത് ഇനി വേറെ ഒന്നും ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഗൈസ് നമ്മൾ ഇനി ആപ്പ് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഡെവലപ്പർ മോഡ് കിട്ടുന്നതിന് മുന്നേ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റൻറ്റർ സെറ്റിംഗ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെവലപ്പർ മോഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് എനേബിൾ ആക്കിയിടുക. അതിന് ശേഷം ഗെറ്റ് മൊബൈൽ കോൺഫിഗ് എന്ന് കൊടുത്തിട്ട് അതിലൊരു അപ്ഡേറ്റ് വരും. അതും ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ലോങ് പ്രസ് ചെയ്യാച്ചിങ്ങി നമ്മുടെ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ കുറച്ച് നമ്മുടെ നോർമലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണോ അതേമാതിരി ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്യാച്ച് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഡെവലപ്പർ വരുന്നതാണ്. അപ്പോൾ ഗൈസ് കണ്ടത് ഇതേമാതിരി നമുക്ക് ഡെവലപ്പർ മോഡ് വരും. ഇതിൽ നമുക്ക് കുറച്ച് സെറ്റിങ്സൊക്കെ എനേബിൾ ചെയ്തിട്ട് നമുക്കിതെങ്ങനെ നമ്മുടെ ഞാൻ ഫസ്റ്റ് നിങ്ങളുടെ പ്രിവ്യൂവിൽ കാണിച്ചു തന്ന മാതിരി സ്റ്റോറി നമുക്ക് എങ്ങനെ ഇടാമെന്നാണ് ടൈമർ വെച്ചിട്ടും. അപ്പോൾ ജസ്റ്റ് ഇവിടെ മോഡിഫൈ ആൻഡ് ക്വിക്ക് എക്സ്പെരിമെൻറ്റ് സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ അവിടെ കാണിച്ചു തരാം. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ക്ലിപ്സ് ബ്രാൻഡിങ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ എനേബിൾ ചെയ്ത മാതിരി നിങ്ങളും നിങ്ങളുടെ ആപ്പിൽ ഇങ്ങനൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ബാക്ക് വന്നിട്ട് ആപ്പ് ഒന്ന് നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇമോജി സെക്ഷനാണ്. അപ്പോൾ ഇമോജി നമുക്ക് iOSൽ കിട്ടുന്നത് മാതിരി എങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തായാലും ഇമോജി സെക്ഷനിലൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വരാം. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇമോജി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇവിടെ നിങ്ങൾക്ക് 5 ആവും. അപ്പോൾ നിങ്ങളത് മാറ്റിയിട്ട് 0 ആക്കിയിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇമോജിയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഫീച്ചറാണ് നമുക്ക് ഇൻസ്റ്റൻറ്ററിൽ ഇപ്പോൾ കിട്ടുന്നതുള്ളൂ. പിന്നെ നമ്മൾ ഇൻസ്റ്റൻറ്ററിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ടാവും.
ഫീഡ് ആൻഡ് സ്റ്റോറീസിൽ ഞാനിപ്പോൾ എനേബിൾ ചെയ്ത മാതിരി എല്ലാം ഒന്ന് എനേബിൾ ആക്കി വെക്കുക. പിന്നെ ജസ്റ്റ് ബാക്ക് വരിക. അതിനുശേഷം ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സിൽ നിങ്ങൾക്ക് സ്റ്റോറി ഇടുമ്പോൾ വേണമെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ സ്റ്റോറി ഇടാം. അതൊക്കെ വേണമെങ്കിൽ കൂടെ എനേബിൾ ചെയ്തിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി സ്റ്റോറീസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റോറി മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം അപ്പോൾ ഗൈസ് അത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആഡ് ടു സ്റ്റോറി കൊടുക്കുക വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോകുന്നതാണ്. ഇനി അവിടെ നിന്നാണ് ബാക്കി ചെയ്യാനുള്ളത്. എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന PNG കർവുകളാണ്. അപ്പോൾ PNG കർവിൻ്റെ വീഡിയോസ് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേമാതിരി ഐക്കാർഡിലും കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ടൈമർ വരുന്നതും. അതേമാതിരി ഇതിൻ്റെ അടിയിൽ ഇത് പോകാനുള്ളൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് മാക്സിമം നല്ല രീതിയിൽ ഫില്ലാക്കുക സ്ക്രീനിൽ. ഏകദേശം എത്രത്തോളം നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറ്റും അത്രത്തോളം ഒന്ന് സൂം ചെയ്ത് വെക്കുക. ഇതേമാതിരി നമ്മൾ തന്നിട്ടുള്ള PNGസിൻ്റെ വീഡിയോസ് നിങ്ങൾ മുന്നേ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതേമാതിരി PNG ഫയലുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഇതേമാതിരിയാണ് നമ്മൾ PNG ഫയൽ വെക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് ഇങ്ങനെ വെക്കുക വെച്ചെങ്കിൽ ഈ ഒരു പാട്ടിൻ്റെ ഒരു സബ് ടൈറ്റിലുമായിട്ട് നിങ്ങൾക്ക് അവിടെ ഫോണ് കാണാൻ പറ്റും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് ഇതൊന്ന് മേലേക്ക് കയറ്റി വെച്ചു. ഗൈസ് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് കാണാൻ പറ്റുന്നുണ്ടാവും സ്റ്റോറിയിൽ നമുക്ക് എങ്ങനെ ടൈമർ വെച്ചിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് അടിയത്തൊരു നമുക്കിതിൻ്റെ ഒരു യൂസർ നെയിം വരുന്നതാണ്. അത് കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് ജസ്റ്റ് നിങ്ങൾ ആദ്യം നമ്മുടെ @ കൊടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കറക്റ്റ് യൂസർ നെയിം കിട്ടും. അതിനുശേഷം @ റിമൂവ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം സൈസ് ഒന്ന് കുറച്ചിട്ട് ഏത് ഫോണിലാണ് വേണ്ടി വെച്ചെങ്കിൽ അവിടെ ഒന്ന് കൊണ്ടുവച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത്രമാത്രം ചെയ്താൽ തന്നെ iOS സ്റ്റോറിയുടെ മാതിരി നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറി കണ്ടാൽ മനസ്സിലാവും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഇതിലാകുമ്പോൾ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ 2 എഡ്ജിൽസിൽ വരും മേലത്തെ. അത് കാര്യമാക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രമാത്രം ചെയ്താൽ തന്നെ iOS ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇടുന്ന മാതിരി സ്റ്റോറീസ് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഇതിൽ പിന്നെ ഈ ഒരു ആപ്പിൻ്റെ പ്രശ്നം വെച്ചാൽ റീമെൻഷൻ കിട്ടുമ്പോൾ സ്റ്റോറി അതായത് നമ്മൾ ആരെങ്കിലും മെൻഷൻ ചെയ്തിട്ട് നമ്മൾ റീമെൻഷൻ കിട്ടുമ്പോൾ നമുക്കതിൽ കർവ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി PNG കർവ് യൂസ് ചെയ്താൽ അത് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇമോജീസും പിന്നെ അതേമാതിരി ഫോണ്ടും കിട്ടുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇനി എന്തെങ്കിലും ടെക്സ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കിതിൽ ഏതൊക്കെ കിട്ടുന്നുണ്ട് നോക്കാം. പിന്നെ ഗൈസ് നമുക്ക് ഈ ഒരു ഫോണ്ട് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തേൽ മാത്രമാണ് നമുക്ക് ഇമോജീസ് iOSൻ്റെ കിട്ടുള്ളൂ. ഈ 2 ഫോണ്ടിൽ മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോണ്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ഒരെണ്ണം ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേമാതിരി നമ്മൾ സൂം ഔട്ട് ചെയ്തിട്ട് കറക്റ്റ് ആ ഫോണ്ടിൻ്റെ ഒപ്പം കൊണ്ടുവന്ന് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളെങ്ങനെ ആഡ് ചെയ്യുക. അത് നോർമലായിട്ട് അതിന് സ്റ്റോറി ഇടുമ്പോൾ കിട്ടുക അതേമാതിരി തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ iOS ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സ്റ്റോറീസിൽ കിട്ടുന്ന ഫോണ്ടോളും ഇമോജികളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്ത് തന്നെ അല്ലാതെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തല്ല. അപ്പം ചിലർ വിചാരിക്കുക ടെക്സ്റ്റ് അല്ല ഫോട്ടോ വിചാരിക്കണവരല്ല, നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്ത് തന്നെയാണ്. അതുമാതിരി ഇമോജീസ് നമ്മൾ ആഡ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇതേമാതിരി നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ iOSൽ ഇടണ മാതിരത്തെ സ്റ്റോറീസും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് ചാനൽ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പിന്നെ സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ എടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമാണ് ആപ്പ് ഡൗൺലോഡ് ആവുള്ളൂ. അപ്പോൾ വീഡിയോയിൽ പാസ്വേഡ് ഉണ്ട്. 1K സെറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.